ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുന്ന 2 അന്യഭാഷാ സിനിമകളെ കുറിച്ചും പിന്നെ നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ മെയ് 1 പ്രീസെൽ കളക്ഷനെ കുറിച്ചെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത്തവണ തിരിച്ചു വന്നേ മതിയാകൂ എന്നൊരു വിശ്വാസത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സൂര്യ ചിത്രമാണല്ലോ റെട്രോ. തിയേറ്ററുകളിലെ ബോക്സ് ഓഫീസിലെല്ലാം തന്നെ ഞെട്ടിക്കാൻ കെൽപ്പുള്ള ഒരു സിനിമയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കാർത്തിക് സുബ്രാജ് സിനിമ നാളെ മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ കേരള തമിഴ്നാട് വേൾഡ് വൈഡ് പ്രീസെയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 13 കോടി ആദ്യ ദിവസം മാത്രം പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ ദിവസം 1 കോടി 10 ലക്ഷത്തിന് മുകളിലെ പ്രീസെയിൽ കളക്ഷൻ പിന്നിട്ട സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ 7 കോടി 25 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് ആദ്യ ദിവസം മാത്രം പ്രീസെയിൽ കളക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു തുടക്കം സിനിമ ആദ്യ ദിവസം പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ നേടിയെടുത്തിരിക്കുന്നു. ഇനി നാളെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ റെട്രോ ബോക്സ് ഓഫീസിൽ മിന്നിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ നാളെ അറിയാനായിട്ട്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഹിറ്റ് 3 എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. നാനിയുടെ വൻ വയലൻസ് നിറഞ്ഞ ഹിറ്റ് 3 എന്ന സിനിമ നാളെ മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഹിറ്റ് എന്ന മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ സീരീസിന്റെ 3ാം ഭാഗമായിട്ടാണ് സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. നമുക്കറിയാവുന്നത് പ്രകാരം ചിത്രത്തിൽ അദ്വിശേഷ് എന്ന സിനിമയുടെ 2ാം ഭാഗത്തിൽ അഭിനയിച്ച താരവും ഒപ്പം തന്നെ തമിഴ് താരം കാർത്തിയും സിനിമയിലെ ഗസ്റ്റ് അല്ലെങ്കിൽ കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഇതിനിടയിൽ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം 14 കോടിക്കടുത്ത് വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഹിറ്റ് 3 നേടിയെടുത്തിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇനി അവസാനമായിട്ട് തുടരുമെന്ന സിനിമയുടെ നാളത്തെ കേരള പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ മെയ് 1 സിനിമ ബോക്സ് ഓഫീസിനെ വീണ്ടും കത്തിക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഏറ്റവും മികച്ച കളക്ഷൻ വരുന്ന ദിവസമായിട്ട് നാളെ മെയ് 1 അവധി ദിവസം മാറുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട നാളത്തെ പ്രീസെയിൽ റിപ്പോർട്ട് പ്രകാരം 4 കോടി കടന്നിരിക്കുകയാണ് തുടരുമെന്ന സിനിമയുടെ നാളത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോടെ ഇനിയും മികച്ച പ്രീസെയിൽ കളക്ഷനിലേക്ക് സിനിമ കുതിക്കും. ഇന്നുൾപ്പെടെയുള്ള കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് 6 കോടിയിലേറെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയ്ക്ക് നാളെ അപ്പോൾ 7-8 കോടി റേഞ്ചിലെല്ലാം തന്നെ കേരള ഗ്രോസ് ഇപ്പോൾ തന്നെ ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. കാത്തിരിക്കും കൂടുതൽ വാർത്തകൾക്ക്.